പ്രിയങ്ക ഗാന്ധി പച്ചക്കമ്പളത്തിന്റെ മുകളിൽ പ്രിയങ്ക ഗാന്ധി തിളങ്ങുന്നു. ഓക്കെ, റെഡി. വോട്ടെണ്ണൽ തുടങ്ങി. പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് 1 ലക്ഷത്തിലേക്ക് കടക്കുന്നു എന്ന വാർത്ത. പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് 1 ലക്ഷത്തിലേക്ക് കടക്കുന്നു വാർത്ത വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടാണ്. വയനാട് പ്രതിനിധികൾ അലർട്ടാവൂ. പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് 1 ലക്ഷത്തിലേക്ക് കടക്കാൻ ഇനി ചെറിയ നമ്പറുകൾ മാത്രം. 90,000. വയനാടൻ കാറ്റിന് UDF സുഗന്ധം ഉറപ്പല്ലേ? മലമടക്കുകളിൽ UDF സംഗീതം. പ്രിയങ്ക ഗാന്ധിയുടെ ഓട്ടുമഴ. 90,101 മറ്റേ പെട്ടിയാണോ? മറ്റേ അന്ന് കണ്ട പെട്ടിയല്ലേ? നീലപ്പെട്ടിയായിരുന്നു. കളർ ശരിയല്ല. അല്ലേ, ഇതിന്റെ കളർ ശരിയല്ല. നീലപ്പെട്ടി വാങ്ങായിരുന്നു. ഓ, ഇത് കാശിയിലൊക്കെ ചേലക്കര പിന്നെ 5865 വോട്ട്. ചേലക്കരയിൽ UR പ്രദീപ് പടിപടിയായി ഭൂരിപക്ഷം ഉയർത്തുക. UR പ്രദീപിന്റെ കുറിച്ച് എന്താ അഭിപ്രായം? നേരത്തെ പറഞ്ഞത് ഞാൻ ഒരു ട്രെൻഡാണ്. തീർച്ചയായിട്ടും UR പ്രദീപിന്റെ വിജയ സാധ്യതകൾ വളരെ വേഗത്തിൽ സുതാര്യമാക്കിക്കൊണ്ട് അല്ലേ 5865 വോട്ടുകൾക്ക് UR പ്രദീപ് ചേലക്കരയിൽ ലീഡ് ചെയ്യുന്നു. 5865 ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ ലീഡ്. 5865 പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് 1490. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ലീഡ് ഏതാണ്ട് 1 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. 1 ലക്ഷത്തിലേക്ക് അടുക്കും. അത് പ്രഡിക്ഷൻ ആണോ? അല്ല, അടുക്കും. ഈ തല വെളി വെക്കരുത് അല്ലേ? ഈ തല വെളി വെക്കരുത്. അവിടെ 5 ലക്ഷം അടിക്കാൻ നടക്കുക ആൾക്കാർ. അപ്പോഴാണ് വിജയകുമാറിന്റെ 1 ലക്ഷം കിടക്കുന്നത്. ഓക്കെ, ചേലക്കര മാറുന്നു. ചേലക്കര 5872 5872 5872 കോൺഗ്രസിന്റെ കണക്കനുസരിച്ച് ആദ്യ 3 റൗണ്ടിൽ 4000-ന് മുകളിലേക്ക് LDF ലീഡ് പോയാൽ അത് കോൺഗ്രസിന് ഗുണകരമല്ല. ആ തോൽവിയിലേക്ക് എന്നുള്ള കോൺഗ്രസിന്റെ കണക്ക്. ഇപ്പോൾ ആദ്യം 4 റൗണ്ട് ആകുമ്പോഴേക്കും 5872 ചേലക്കരയിൽ UR പ്രദീപിന്റെ ഭൂരിപക്ഷം ഉയരുന്നെങ്കിൽ രമ്യ ഹരിദാസ് ഇനി അധികം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? മുന്നോട്ട് പോകാൻ പറ്റുന്ന അവസ്ഥയാണെന്നാണ് ഇതുവരെയുള്ള കണക്ക്. തണുപ്പിക്കാൻ വേണ്ടി വേറെ കാര്യം പറയാം. ഓസ്ട്രേലിയ ഒരു വാർത്ത. ഓസ്ട്രേലിയ 104-ന് ഓൾ ഔട്ട് ആയി. മറ്റേ കളി കണക്ക് 104-ന് ഓൾ ഔട്ട്. ഓക്കെ, അപ്പൊ സംഭവം ഇന്ത്യ മുന്നോട്ട്. അതാണ് കട്ടക്ക് മുന്നോട്ട്. അപ്പൊ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ വീരഗാഥ. പ്രിയങ്ക ഗാന്ധി കുറഞ്ഞോ? ഷാഫി പറമ്പിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതാണത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നടുക്ക്, ഇടത്തും വലത്തും ഷാഫിയും VK ശ്രീകണ്ഠനും. സംഗതി 7 മിനിറ്റ് മുമ്പ് ഷാഫി പറമ്പിൽ VK ശ്രീകണ്ഠനും പാലക്കാട് അവര് ചരിത്രം എഴുതിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പോസ്റ്റ് ഇട്ടിരിക്കുന്നു. നിങ്ങളുടെ പോസ്റ്റ് ഇടാൻ സമയമായില്ല സുഹൃത്തുക്കളെ. ചെയ്യാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ചേലക്കര മാറുന്നു. 6016 ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ ലീഡ് 6016. ചേലക്കര മാറി പറയുന്നു. ചേലക്കരയിൽ UR പ്രദീപ് കുതിക്കുന്നു. പാലക്കാട് 1390 താഴ്ന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് നേരിയ താഴുകയാണ്. പാലക്കാട് ഒരിക്കലും സംഭവിക്കാം. 1401 കൂടി. അവിടെ ഇഞ്ചോടിഞ്ചൊന്നും അല്ല, ഇനിയിപ്പോ ഇഞ്ചോടിഞ്ചല്ല, പാലക്കാട്. ഇപ്പൊ ചേലക്കര കൂടി 6181. UR പ്രദീപിന്റെ ലീഡ് കൂടുന്നു. 6181. ചേലക്കരയിൽ UR പ്രദീപിന്റെ കുതിപ്പ്. ചേലക്കരയിൽ കുതിപ്പ്, ഉറപ്പായ കുതിപ്പ്. ചേലക്കരയുടെ ഇടതു സ്വഭാവത്തിന് മാറ്റമില്ല. രമ്യ ഹരിദാസ് അതെ. പാലക്കാട് 1441 പോസ്റ്റ് കൊണ്ട് ഗുണമുണ്ടായി. 1441 രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് UDF സ്ഥാനാർത്ഥി കുതിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, എഴുതുന്നു പറയാൻ പറ്റത്തില്ല. ഇപ്പൊ മുന്നിലാണ്. 1441 വോട്ടുകൾക്ക്
മുന്നിലാണ്. വി കെ ശ്രീകണ്ഠനും അതുപോലെ വി കെ ശ്രീകണ്ഠൻ ഷാഫി പറമ്പിൽ. പറമ്പിൽ അവർ രണ്ടുപേരും ഇട്ട പോസ്റ്റ് പോലെ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അല്ലേ? ഇല്ല, പാലക്കാട് ഇപ്പോൾ എണ്ണുന്നത് ബി ജെ പിയുടെ കൊടുങ്കോട്ടകളാണ്. പാലക്കാട് ഇപ്പോൾ എണ്ണുന്നത് ബി ജെ പിയുടെ കൊടുങ്കോട്ടകളാണ്. ബി ജെ പിയുടെ കൊടുങ്കോട്ടകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 1441 വോട്ടിന് മുന്നിൽ വന്നുവെങ്കിൽ സി കൃഷ്ണകുമാറിന്റെ മുഖത്ത് കണ്ട അസ്വസ്ഥതയ്ക്ക്, അസ്വാസ്ഥ്യത്തിന്, അല്ലെങ്കിൽ ആ ക്യാമ്പിൽ കാണുന്ന ആ സങ്കടത്തിന് കാരണമുണ്ട് എന്ന് പറഞ്ഞാൽ മൂത്താന്തര അടക്കം ഈ വടക്കന്തര അടക്കം അവരുടെ 100% വോട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ സൂക്ഷിച്ച് സംസാരിക്കണം. ഹാഷ്മി പറഞ്ഞത് ബി ജെ പിയുടെ ശക്തി അല്ലാതെ പറയാൻ പറ്റില്ല. അപ്പൊ എത്ര നേരം ബ്ലാങ്ക് ആയി പോകും. ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന്റെ കൈയേറ്റം അതാണ് പാലക്കാട് നഗരസഭയിൽ കാണുന്നത്. കൈയേറ്റമാണ്.